അസ്സലാമു അലൈക്കും. വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം. ബസ്വറയ്ക്ക് പുറത്ത് തമ്പടിച്ചിരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ മക്കാ സഖ്യത്തോട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ചർച്ച ചെയ്യാൻ ബസ്വറ അമീർ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഒരു യോഗം വിളിച്ചു ചേർത്തതും അവിടെ സമാധാന നയമാണ് സ്വീകരിക്കേണ്ടതെന്നും അല്ല യുദ്ധം ചെയ്യുകയാണ് വേണ്ടതെന്നും വിരുദ്ധ നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നതും നാം കണ്ടല്ലോ. ഈ വാക്ക് തർക്കം അവസാനം തികഞ്ഞ അലങ്കോലത്തിലാണ് ചെന്നെത്തിയത്. ചിലർ അലി തങ്ങൾക്ക് അനുകൂലമായും മറ്റു ചിലർ ആയിഷ ബീവിക്ക് അനുകൂലമായും ബഹളം വെച്ചു. അലി റളിയല്ലാഹു അൻഹുവിനെ അനുകൂലിക്കുന്നവർ ബസ്വറ സൈന്യത്തിലും ആയിഷ റളിയല്ലാഹു അൻഹയെ അനുകൂലിച്ചവർ മക്ക സൈന്യത്തിലും അണിചേർന്നു. സമാധാന ശ്രമങ്ങൾ ചിലതൊക്കെ നടന്നെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. ഒടുവിൽ കാര്യം യുദ്ധമുഖത്തു തന്നെ ചെന്നെത്തി. യുദ്ധം തുടങ്ങുന്നതിനു മുമ്പ് ഇരുപക്ഷത്തിൻ്റെയും പ്രതിനിധികൾ തങ്ങളുടെ നിലപാടിൻ്റെ സാധുത വിശദീകരിക്കുന്ന ഒരു സമ്പ്രദായം അറബികൾക്കിടയിൽ പതിവുണ്ടായിരുന്നു. അതനുസരിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ മാന്യോചിതമായി തങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശ്യം മറുപക്ഷത്തോട് വിശദീകരിച്ചു. ഹൃദയഹാരിയായ ഈ സംസാരം ബസ്വറൻ ക്യാമ്പിൽ ഓളങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്തു. പലരും ബസ്വറ സൈന്യത്തിൽ നിന്ന് പിന്മാറി. എങ്കിലും ബസ്വറക്കാരുടെ നിശ്ചയദാർഢ്യത്തെ ചോർത്താൻ ഇത് ഉപകരിച്ചില്ല. അവിടുത്തെ പൗരപ്രമുഖരിൽ ഒരാളായ ജാരിയത്ത് ബിനു ഖദാമ മുന്നോട്ട് വന്ന് ആയിഷ റളിയല്ലാഹു അൻഹയെ അഭിമുഖീകരിച്ച് പറഞ്ഞു, ഖലീഫ ഉസ്മാൻ അവരുടെ കൊലപാതകം ബസ്വറക്കാർക്കും വേദനാജനകമാണ്. എന്നാൽ അതിനേക്കാൾ അവരെ ഇപ്പോൾ വേദനിപ്പിക്കുന്നത് മറവിട്ട് സൈന്യത്തെ നയിക്കാൻ ഭവതി ഇറങ്ങി പുറപ്പെട്ടതാണ്. ഭവതി മക്കയിലേക്കോ മദീനയിലേക്കോ തിരിച്ചു പോകണം. രാഷ്ട്രീയ കാര്യങ്ങളിലെ ഇടപെടൽ സത്യവിശ്വാസികളുടെ മാതാവായ ഭവതിയുടെ പദവിക്ക് യോജിച്ചതല്ല. മറ്റൊരു പൗരമുഖ്യൻ തങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും വീട്ടിലിരുത്തി സത്യവിശ്വാസികളുടെ മാതാവിനെ യുദ്ധഭൂമിയിലേക്ക് വലിച്ചിഴച്ചതിന് ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെയും സുബൈർ റളിയല്ലാഹു അൻഹുവിനെയും കണക്കിന് ശകാരിക്കുകയുണ്ടായി. മറ്റൊരു ബസ്വറക്കാരൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതിങ്ങനെ, ഉമ്മ, സ്വഭീഷ്ടപ്രകാരമാണ് ഭവതി ഇങ്ങോട്ട് വന്നതെങ്കിൽ സ്വഭവനത്തിലേക്ക് തിരിച്ചു പോയാലും, അല്ല വല്ലവനും ബലം പ്രയോഗിച്ചാണ് കൊണ്ടുവന്നതെങ്കിൽ ഭവതിയെ അന്തസ്സായും സുരക്ഷിതമായും ഞങ്ങൾ വീട്ടിലെത്തിക്കാം. ഇത്രയുമായപ്പോഴേക്കും ഇരുപക്ഷത്തിൻ്റെയും യോദ്ധാക്കളുടെ ആവേശം കത്തിക്കയറി. ബസ്വറ നായിബ് അമീർ അഥവാ ഡെപ്യൂട്ടി ഗവർണർ ഹക്കീം ഇബ്നു ജബല മക്ക സഖ്യത്തിനു നേരെ ആക്രമണം ആരംഭിച്ചു. എന്നാൽ അപ്പോഴും പ്രത്യാക്രമണം നടത്താതെ പ്രതിരോധത്തിൽ ഉറച്ചു നിൽക്കാനാണ് ആയിഷ റളിയല്ലാഹു അൻഹ സ്വന്തം സൈന്യത്തോട് കൽപ്പിച്ചത്. ബസ്രക്കാരുടെ രൗദ്രത ശമിപ്പിക്കുക വഴി യുദ്ധം ഒഴിവാക്കലായിരുന്നു മഹദിയുടെ ഉദ്ദേശം. പക്ഷേ ഇബ്നു ജബലയും അനുയായികളും മക്ക സഖ്യത്തിൻ്റെ അണികൾക്കുള്ളിലേക്ക് കടന്ന് ആക്രമണം തുടർന്നു. പിന്നെ പ്രത്യാക്രമണത്തിന് അനുവാദം നൽകലല്ലാതെ മറ്റൊരു വഴി മഹദിയുടെ മുന്നിലുണ്ടായിരുന്നില്ല. അങ്ങനെ സൂര്യാസ്തമയം വരെ യുദ്ധം തുടർന്നു. ഇരുപക്ഷത്തും കാര്യമായ നാശനഷ്ടങ്ങളുണ്ടായി. ബസ്രക്കാരുടെ അവസ്ഥയായിരുന്നു കൂടുതൽ പരിതാപകരം. രാവിരുട്ടി. തൽക്കാലം ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ച് സൈന്യങ്ങൾ പിൻവലിഞ്ഞു. ഈ സമയം നേരത്തെ മക്ക സൈന്യത്തിൽ അണിചേർന്നിരുന്ന ബസ്ര നിവാസികളിൽ ചിലരുടെ ഉപദേശം സ്വീകരിച്ച് ബസ്രയിൽ അലി വിരുദ്ധർ വൻതോതിൽ താമസിക്കുന്ന പ്രദേശങ്ങൾ അർദ്ധരാത്രിയിൽ മക്കൻ സൈന്യം അധീനപ്പെടുത്തി. പിറ്റേ ദിവസം യുദ്ധം ബസ്ര നഗരത്തിൽ തന്നെയാണ് നടന്നത്. അത് അമീർ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിന് പ്രതികൂലമായി ഭവിച്ചു. ബസ്റൻ സേനയിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. അന്ന് സന്ധ്യയാകുമ്പോഴേക്കും ബസ്റൻ സൈന്യത്തിന് പരാജയം സമ്മതിക്കേണ്ടി വന്നു. അവർ സന്ധിക്കപേക്ഷിച്ചു. അങ്ങനെ കൂടിയാലോചനകൾക്ക് ശേഷം ഇരുവിഭാഗവും പൊതു ഉടമ്പടിയിൽ എത്തിച്ചേർന്നു. കരാർ അനുസരിച്ച് ബസ്രയുടെ 2 ഭാഗങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഇരു കക്ഷികളും തൽസ്ഥിതി തുടരും. ത്വൽഹ റളിയല്ലാഹു അൻഹുവും സുബൈർ റളിയല്ലാഹു അൻഹുവും
അലി റളിയല്ലാഹു അൻഹുവിന് അനുസരണ പ്രതിജ്ഞ ചെയ്തത് സ്വമനസ്സാലാണോ നിർബന്ധിതമായിട്ടാണോ എന്നുറപ്പിക്കാൻ മദീനയിലേക്ക് രഹസ്യദൂതനെ അയക്കും. അന്വേഷണ റിപ്പോർട്ട് സ്വമനസ്സാൽ എന്നാണെങ്കിൽ മക്ക സഖ്യം ബസ്ര വിട്ടു പോകണം. അല്ല, നിർബന്ധിതമായിട്ടാണ് എന്നാണെങ്കിൽ ബസ്ര നഗരം മുഴുവൻ മക്ക സഖ്യത്തിന് കൈമാറണം. അതുവരെ ഇരുപക്ഷവും വെടിനിർത്തണം. അങ്ങനെ ഇരു കക്ഷികളും തമ്മിലുള്ള ധാരണ പ്രകാരം ബസ്രയിലെ ഖാദിയായ അഥവാ ജഡ്ജിയായ കഅബ് ഇബ്നു സൂറി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് നിയോഗിക്കപ്പെട്ടു. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം. ക്രിസ്തുമതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ് കഅബ് ഇബ്നു സൂറി റളിയല്ലാഹു അൻഹു. ദൈവഭക്തനും പണ്ഡിതനുമായ അദ്ദേഹം ബസ്രക്കാർക്കിടയിൽ ഏറെ സ്വീകാര്യനായ മാന്യ വ്യക്തിത്വമാണ്. തുടർന്ന് മദീനയിലെത്തിയ ജസ്റ്റിസ് കഅബ് ഇബ്നു സൂറി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ കയറി അന്വേഷണം നടത്തി. താൻ ബസ്രയിൽ നിന്ന് വരികയാണെന്നും ത്വൽഹയും സുബൈറും ഖലീഫ അലി തങ്ങൾക്ക് അനുസരണ പ്രതിജ്ഞ ചെയ്തത് സ്വഭീഷ്ടപ്രകാരമായിരുന്നോ അല്ല ബാഹ്യ സമ്മർദ്ദത്തിന് വഴങ്ങിയായിരുന്നോ എന്നറിയുകയാണ് തൻ്റെ ആഗമനോദ്ദേശ്യമെന്നും അദ്ദേഹം പള്ളിയിലുള്ളവരോട് വ്യക്തമാക്കി. എന്നാൽ ആരും ഇതിനോട് പ്രതികരിച്ചില്ല. പള്ളിയിൽ ആകെ ഒരു മൂകത പരക്കുകയായിരുന്നു. അപ്പോൾ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഇരുവരും സബായികളുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് ബൈഅത്ത് ചെയ്തിട്ടുള്ളതെന്ന് വെളിപ്പെടുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദത്തുപുത്രനായിരുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് ഉസാമ റളിയല്ലാഹു അൻഹു. ഒരു പേരക്കുട്ടി എന്ന പോലുള്ള സ്നേഹം ഉസാമ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ചിരുന്നു. ഉസാമ റളിയല്ലാഹു അൻഹു ജസ്റ്റിസ് കഅബ് ഇബ്നു സൂറി റളിയല്ലാഹു അൻഹുവിന് മൊഴി നൽകിയതോടെ ബസ്ര അമീർ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ സഹിൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ ആളുകളും ഉസാമ റളിയല്ലാഹു അൻഹുവിനെ പ്രഹരിക്കാൻ ചെന്നു. അതോടെ ഇത് തടയാൻ ചില സ്വഹാബികളും രംഗത്തിറങ്ങി. അവരും ത്വൽഹയും സുബൈറും ബൈഅത്ത് ചെയ്തത് നിർബന്ധിതരായിട്ടാണെന്ന് സാക്ഷ്യപ്പെടുത്തി. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസ്സലാമു അലൈക്കും.